വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ആഴ്ച ഇറങ്ങിയ 3 സിനിമകളിൽ ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ കണ്ടത് ബ്രൊമാൻസ് ആണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ കാണാനാകും. അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ സിനിമയിൽ മഹിമ നമ്പ്യാർ, അർജുൻ അശോകൻ, ശ്യാം മോഹൻ, പിന്നെ കലാഭവൻ ഷാജോൺ, സംഗീത് പ്രതാപ്, അങ്ങനെ അതേപോലെ മാത്യു തോമസ് ആണ് ഇതിലെ ഒരു പ്രധാന ഹീറോ എന്ന് പറയാം. അങ്ങനെയില്ല, ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഇപ്പം ഞാൻ പറഞ്ഞവരൊക്കെ ഒരു ഹീറോ പരിവേഷത്തിൽ തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി അഭിനയിച്ച് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നിരിക്കുന്ന ഈ സിനിമയുടെ ആ ഒരു മാറ്റർ എന്താണെന്ന് വെച്ചാൽ ചിരിയാണ്. ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സിനിമയാണ് ബ്രൊമാൻസ്. അപ്പോൾ ഇതിൽ ഒരു മാറ്റർ ഉണ്ട്. ഇപ്പോൾ ഒരു ജാതി ജാതകത്തിലാണെങ്കിൽ അതിലൊരു മാറ്റർ എന്താണെന്ന് വെച്ചാൽ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ആ സിനിമ അങ്ങനെ പോകുന്നതെങ്കിൽ ഇതിൽ ഒരു മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ സിനിമ പോവുകയാണ്. ബാക്കിയൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലായിക്കോളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വിഷയം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ത്രില്ലിംഗ് മൂവി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ത്രില്ലിംഗ് ഒന്നുമില്ല. കാരണം എവിടെ നോക്കിയാൽ ഇതിൽ കോമഡി മാത്രമാണ്. ഇവർ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ട് സിനിമ എടുത്തതായിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് ത്രില്ലിംഗ് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ല. അതേസമയം ഈ സിനിമയിൽ അമൽ ഡേവിസ് ആയിട്ട് പ്രേമലുവിൽ അഭിനയിച്ച സംഗീത് പ്രതാപ്, ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലെ ഹീറോ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ അമൽ ഡേവിസ് ആയി അഭിനയിച്ച സംഗീത് പ്രതാപ് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. കക്ഷിയുടെ ഈ സിനിമയിലുള്ള കോമഡിയുടെ ആ ഒരു അവതരണം അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ കക്ഷി അങ്ങനെ കോമഡി ഓരോ സീനിലും ചെയ്യുമ്പോൾ എനിക്ക് നമ്മുടെ ജഗതി ചേട്ടനെയാണ് ഓർമ്മ വന്നത്. ജഗതി ശ്രീകുമാർ, അതായത് നമ്മുടെ ഹാസ്യ ചക്രവർത്തി ജഗതി ചേട്ടൻ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ സീനിലും അങ്ങേര് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ആ ചുറ്റുഭാഗത്തുള്ള എന്തെങ്കിലും ഒരു സംഭവത്തെ എടുത്തുകൊണ്ട് തന്നെ അപ്പം തന്നെ സ്പോട്ടിൽ കോമഡി ഉണ്ടാക്കി അത് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകും. ഒരു സിനിമയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു വെണ്ടക്ക ചെടിയിൽ നിന്ന് പറിച്ചിട്ട് കശി ഇങ്ങനെ കടിച്ചിട്ട് മുഖം ഇങ്ങനെ ചുളുക്കിയൊക്കെ കാണിക്കുകയാണ്. പിന്നെ ആ വെണ്ടക്കേനെ കാണിക്കുമ്പോൾ അതിൽ നിന്ന് പുഴു ഇങ്ങനെ ഇറങ്ങി വരുന്നു. അതൊരു നോർമലായി സംഭവിക്കുന്ന കാര്യമാണല്ലോ. വെണ്ടക്കകത്ത് ചിലപ്പോൾ പുഴു ഉണ്ടാവും. അതുപോലെ അദ്ദേഹം ആ സ്പോട്ടിൽ കോമഡി ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ സംഗീത് പ്രതാപ് ഈ സിനിമയിൽ അങ്ങേര് വാ തുറന്നാൽ തന്നെ കോമഡിയാണ്. എന്ത് പറഞ്ഞാലും കോമഡിയാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ കക്ഷി പറയാണ്, മറ്റൊരു ആക്ടറോട് പറയാണ്, അങ്ങനെ നീ സെക്കൻഡ് ഹാഫിൽ സ്കോർ ചെയ്യാനൊന്നും നോക്കണ്ടെന്ന്. കാരണം കോമഡിയാണ് അതും. അപ്പോൾ കക്ഷി ഈ സിനിമയിൽ വാ തുറന്നാൽ തന്നെ കോമഡിയാണ്. ശരിക്കും ജഗതി ചേട്ടൻ്റെ ആ ഒരു പാതയിൽ കക്ഷിക്ക് നന്നായിട്ട് വളരാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. അങ്ങനെ വളരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ചിരി നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെ ചിരിപ്പിക്കുന്ന നല്ല കോമഡി ആക്ടേഴ്സ് നമുക്ക് മലയാള സിനിമകളിൽ അത്യാവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ജോണറിലുള്ള സിനിമയും കാണുമ്പോൾ നമുക്ക് മറ്റുള്ള സിനിമകളിൽ നിന്ന് ഒരു വ്യത്യസ്തത തോന്നുക. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അമൽ ഡേവിസായി പ്രേമലുവിൽ അഭിനയിച്ച സംഗീത് പ്രതാപ് ഇതിൽ പൊളിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെയും സിനിമയിൽ പുള്ളിയുണ്ട്. അപ്പോൾ പകുതിയിൽ വെച്ചിട്ട് അങ്ങേര് പോകുന്ന പോലെയൊക്കെ ഒരു സീന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഈ കഥയ്ക്ക് കക്ഷി വേണം. ഒരു ഹാക്കറിൻ്റെ റോളിൽ കക്ഷി നന്നായിട്ട് ആ ഹാക്കറിൻ്റെ കാര്യത്തിൽ പുള്ളി കുറച്ച് ത്രില്ലിംഗ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. കോമഡി ഫിലിം ആണെങ്കിലും എന്നാൽ വലിയ ത്രില്ലിംഗ് അല്ല. പക്ഷെ അതേസമയം കണ്ടുപിടുത്തം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹാക്കറായിട്ട് സംഗീത് പ്രതാപ് ഇതിൽ ഓരോന്ന് ചെയ്യുമ്പോൾ ഒരു ത്രില്ലിംഗ് ഉണ്ട്, അത്ര തന്നെ. സിനിമയിൽ ആദ്യം തന്നെ ഒരു സോങ് വരുന്നുണ്ട്, ഒരു കാറിൽ വെച്ചിട്ടുള്ള ഒരു സോങ്. അപ്പോൾ അതിൽ നല്ല എഡിറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എഡിറ്റർ ചമൻ ചാക്കോ ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എഡിറ്റിംഗ് ഗംഭീരമാക്കിയിട്ടുണ്ട്. ആ കാറിലുള്ള പാട്ടിന് അതൊരു BGM ഒക്കെ ഉള്ളൊരു സോങ് ആണ്. ആ സോങ് നന്നായിട്ടുണ്ട്. അതേപോലെ ആ BGM, ആ മ്യൂസിക്കൊക്കെ ഗോവിന്ദ് മേനോനാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ ഒരു മുട്ട് നന്നായിട്ട് അങ്ങേര് കൊടുത്തിട്ടുണ്ട്. നല്ല മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എഡിറ്റിങ്ങിന് പറ്റിയ രീതിയിലുള്ള സിനിമാറ്റോഗ്രാഫിയാണ് അഖിൽ ജോർജ് ചെയ്തിരിക്കുന്നത്. കാരണം സിനിമാറ്റോഗ്രാഫി പ്ലസ്
ആ എഡിറ്റിംഗ് വരുമ്പോഴാണ് അതൊരു പൂർണ്ണതയാകുന്നതല്ലോ. അപ്പോൾ നല്ല രീതിയിൽ സിനിമാറ്റോഗ്രാഫിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയുടെ ആ ഫസ്റ്റ് മുതൽ അവസാനം വരെയുള്ള ഒരു ആധുനിക രീതിയിലുള്ള ആ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് അങ്ങോട്ട് ശരിക്ക് സിനിമയുടെ ആ ഒരു ടൈം ചുരുക്കാനും അതേപോലെ അത് ആസ്വദിക്കാനൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പിന്നെ മാത്യു തോമസ് ഇതിൽ വെറുതെ ഇങ്ങനെ റൈസ് ആകുന്ന ഒരു സ്വഭാവമുള്ള ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റ് സിനിമകളെ അപേക്ഷിച്ച് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് മാത്യു തോമസിന് ഇതിലുണ്ട് എന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്നാലും കക്ഷിയുടെ ക്യാരക്ടറുകൾ സെലക്ട് ചെയ്ത് ചെയ്യുന്നതിൽ ഒന്നുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടൻ തന്നെയാണ്. പക്ഷേ എപ്പോഴും ആ ഒരു റോളുകൾ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഒരു തൃപ്തി തോന്നാറില്ല മാത്യു തോമസിൻ്റെ ആ ഒരു ക്യാരക്ടറുകൾ അങ്ങനെ അഭിനയിക്കുന്ന സിനിമകളിൽ. അപ്പോൾ ഇതിൽ അതേപോലെ തന്നെ ഒരു ലെവലിൽ പോകുന്നു, ഒരു 8-10 പോകുന്നു, അത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലായിട്ട് അങ്ങനെ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പിന്നെ കലാഭവൻ ഷാജോൺ ഇതിലൊരു ഗുണ്ട പോലത്തെ ഒരു വേഷത്തിൽ കക്ഷിക്ക് ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിലെ ആക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു കോമഡി ലെവലിൽ പോകുന്ന സിനിമയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമഡി ലെവലിലുള്ള ഒരു ആക്ഷൻ തന്നെയാണ് ഇതിലുള്ളത്. എന്നാലും വലിയ കുഴപ്പമില്ല, ഒരു ആക്ഷൻ അവസാനമാകുമ്പോഴേക്കും വരുന്നുണ്ട്, അത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ സിനിമ ആർക്കാണ് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചിരി മാത്രം മതി ഞങ്ങൾക്ക്, മറ്റൊന്നും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതേപോലെ മ്യൂസിക്, അതേപോലെ മുട്ടുള്ള സോങ്സ്, കുത്തു സോങ്സ് അതൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ കോമഡി ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ സൂട്ടാകും. അപ്പോൾ ചിരിക്കാൻ വേണ്ടി ധൈര്യമായിട്ട് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ അമൽ ഡേവിസ് അഥവാ സംഗീത് പ്രതാപിൻ്റെ കോമഡി കാണാൻ വേണ്ടിയിട്ട്.